ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 5 തിങ്കളാഴ്ചയാണ്. വെള്ളിയാഴ്ച പുറത്തു വന്ന ജനുവരി ജോബ്സ് റിപ്പോർട്ടും ഏർണിംഗ്സും US മാർക്കറ്റുകൾക്ക് കൂടുതൽ ഊർജ്ജം പകർന്നു. വെള്ളിയാഴ്ച ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിൽ S&P 500ഉം നാസ്ഡാക്കും ഏകദേശം 1% മുകളിൽ നേട്ടമുണ്ടാക്കി. കൂടാതെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത US ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. US-ൽ HDFC ADR ഏകദേശം 3% മുകളിൽ വീണ്ടും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്ത്. ICICI ബാങ്ക് 2% അടുപ്പിച്ച് നഷ്ടത്തിലും ക്ലോസ് ചെയ്തു. എന്തായാലും നിഫ്റ്റി ഇന്നൊരു ഗ്യാപ് ഡൗണിനാണ് സാധ്യത കൂടുതലുള്ളത്. കൂടാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് ആദ്യം പേടിഎമ്മിനെ സംബന്ധിച്ച ഒരു വാർത്ത. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പേടിഎം പേയ്മെന്റ്സ് ബാങ്കിനെ പുതിയ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതിൽ നിന്ന് വിലക്കിയതിന് പിന്നാലെ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും പേടിഎം ഇടിയുകയുണ്ടായി. 2 ദിവസം കൊണ്ട് ഏകദേശം 40% പേടിഎം ഇടിഞ്ഞത്. മറ്റൊരു നെഗറ്റീവായിട്ടുള്ള ന്യൂസ് കൂടി പേടിഎമ്മിനെ സംബന്ധിച്ച് വന്നു. കൃത്യമായ തിരിച്ചറിയൽ രേഖകളില്ലാതെ പേടിഎം പേയ്മെന്റ്സ് ബാങ്കിലെ ലക്ഷക്കണക്കിന് അക്കൗണ്ടുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കണ്ടെത്തി എന്നൊരു നെഗറ്റീവായിട്ടുള്ള വാർത്തയാണ്. കള്ളപ്പണം വെളുപ്പിക്കുന്നതിനെ സംബന്ധിച്ച് ആശങ്കകൾ ഉയർത്തി. ഈ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറുകയും ചെയ്തു. നിയമവിരുദ്ധ പ്രവർത്തനത്തിന്റെ എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തിയാൽ അത് കൂടുതൽ അന്വേഷിക്കുകയും ചെയ്യും. എന്നാൽ പേടിഎം ഇത് നിഷേധിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങൾ തള്ളിക്കളയുകയും ചെയ്തു. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, പേടിഎം സ്റ്റോക്കുകൾ $2 ബില്യൺ ദൈനംദിന ഷെയർ ട്രേഡിംഗ് പരിധി 20% നിന്ന് 10% ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കുറച്ചിരിക്കുന്നു. ഫിനാൻഷ്യൽ ഇയർ 2025 ഓൺലൈൻ ചൂതാട്ട നികുതിയിൽ നിന്ന് $1.7 ബില്യൺ സമാഹരിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് എന്നൊരു വാർത്ത. വാതുവെപ്പിൽ പുതിയ 28% GST കാരണം ഓൺലൈൻ ഗാംബ്ലിംഗ് കമ്പനികളിൽ നിന്നുള്ള നികുതി വരുമാനം ഗണ്യമായി വർദ്ധിക്കുമെന്ന് ഇന്ത്യൻ സർക്കാർ പ്രതീക്ഷിക്കുന്നു. ഈ നികുതി വഴി അടുത്ത സാമ്പത്തിക വർഷം 140 ബില്യൺ രൂപയും അതായത് $1.7 ബില്യൺ ലഭിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ വർഷം അത് 75 ബില്യൺ രൂപയും കഴിഞ്ഞ വർഷം അത് 16 ബില്യൺ രൂപയുമായിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്തായാലും ഈ സെക്ടറിനെ സംബന്ധിച്ച് അത്ര നല്ലൊരു വാർത്തയല്ല. അടുത്തതായി ഈ ആഴ്ചയിലെ ഇവന്റ്സുകളിലേക്ക്. കഴിഞ്ഞ ആഴ്ചയെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ തിങ്ങി നിറഞ്ഞ ധാരാളം ഇവന്റ്സുകളുള്ള ഒരാഴ്ചയായിരുന്നു. ഈ ആഴ്ചയും വ്യത്യസ്തമല്ല, കാരണം RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉള്ളത് ഈ ആഴ്ചയാണ്. പ്രധാനപ്പെട്ട എല്ലാ ഇവന്റ്സുകളിലേക്കും റിസൾട്ടുകളിലേക്കും വരാം. ആദ്യം തിങ്കളാഴ്ച റിസൾട്ട് വരുന്ന കമ്പനികൾ: അശോക് ലൈലാൻഡ്, ടാറ്റ കെമിക്കൽസ്, ബജാജ് കൺസ്യൂമർ കെയർ, ഐഡിയ 4G, GIC ഹൗസിംഗ് ഫിനാൻസ് എന്നീ കമ്പനികളുടെയാണ്. അടുത്തതായി ചൊവ്വാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ: ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഗോദ്രേജ് പ്രോഡക്ട്സ്, EIH, റാഡിക്കോ, ട്രൈഡന്റ് എന്നീ കമ്പനികൾ. അടുത്തതായി ബുധനാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ: അപ്പോളോ ടയേഴ്സ്, പവർ ഗ്രിഡ്, ലൂപ്പിൻ, മണപ്പുറം ഫിനാൻസ്, ട്രെൻഡ് എന്നീ കമ്പനികളാണ്. അടുത്തത് ഫെബ്രുവരി 8 വ്യാഴാഴ്ച റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ: LIC, അപ്പോളോ ഹോസ്പിറ്റൽ, ബയോകോൺ, ഇർക്കോൺ, MMTC, PFC എന്നീ കമ്പനികൾ. അടുത്തതായി വെള്ളിയാഴ്ച റിസൾട്ട് വരുന്ന കമ്പനികൾ: ടാറ്റ പവർ, ഗോദ്രേജ് ഇൻഡസ്ട്രീസ്, ഫൈസർ, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നീ കമ്പനികളാണ്. അടുത്തത് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവന്റ്സുകളിലേക്കാണ്. തിങ്കളാഴ്ച സർവീസസ് PMI ഫൈനൽ ഡാറ്റ പുറത്തു വരുന്നുണ്ട്. അന്ന് തന്നെ ചൈന കാക്സിൻ സർവീസസ് PMI ഡാറ്റയും പുറത്തു വരും. വ്യാഴാഴ്ചയാണ് RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത്, പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതിനുശേഷം US ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് അന്നേ ദിവസം തന്നെയുണ്ട്. വെള്ളിയാഴ്ചയുള്ള ഇവന്റ് ബാങ്ക് ലോൺ ഗ്രോത്ത് റേറ്റ് ആണ് ഇന്ത്യയുടെ. ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ഇവന്റ്സ് ആണ് പറഞ്ഞത്. ഇനി നിഫ്റ്റിയിലേക്കും ബാങ്ക് നിഫ്റ്റിയിലേക്കും. നിഫ്റ്റി 21,853.72% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ മൂവ്മെന്റ്സ് ആണ് നിഫ്റ്റിയിൽ കണ്ടത്. നിഫ്റ്റി ഓൾ ടൈം ഹൈയിലേക്ക് മാർച്ച് ചെയ്യുന്ന കാഴ്ചയാണ് അന്ന് കണ്ടത്. ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ തിരിച്ചിറങ്ങുകയായിരുന്നു. ഡെയിലി ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ വ്യത്യസ്ത സിഗ്നലുകളാണ് കാണിച്ചു തരുന്നത്. ബോളിഞ്ചർ ബാൻഡ് കോൺട്രാക്ട് ചെയ്യുന്നത് പ്രൈസ് റേഞ്ച് ബൗണ്ടിലാകും എന്ന സൂചനകളാണ് കാണിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ സെഷനിൽ ഹവർലി ചാർട്ടിൽ ഡബിൾ ടോപ്പ് ഫോർമേഷൻ ആണ് ഉണ്ടായത്. നല്ല വോളിയത്തോടു കൂടിയുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടായാൽ നിഫ്റ്റി വീണ്ടും മുകളിലേക്ക് പോകും. നിഫ്റ്റിക്ക് 22,100 മുതൽ 22,150 വരെയുള്ളത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോണാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 21,600 മുതൽ 21,650 വരെയുള്ളത് ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സോണാവാനും സാധ്യതയുണ്ട്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കോൾ സൈഡിൽ 22,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 22,700 അതിനുശേഷം 22,100 പുട്ട് സൈഡിലേക്ക് വന്നാൽ 20,800 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 21,600 സ്ട്രൈക്കിലും അതിനുശേഷം 21,500 സ്ട്രൈക്കിലുമാണ്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ കൂടി പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായ 21,850
കോൾ സൈഡിൽ 38% വർധനവാണ് കാണുന്നത്. അതായത് ഒരു ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 854% വർധനവ് കാണാം. ഒരു ലോങ് ബിൽഡപ്പാണ് പുട്ട് സൈഡിലുള്ളത്. 21,800 സ്ട്രൈക്ക് എടുത്താൽ 39% ഇടിവാണ് കോൾ സൈഡിൽ കാണുന്നത്. അതായത് ഒരു ഷോർട്ട് കവറിംഗ് ആണ് ആ സ്ട്രൈക്കിലുള്ളത്. എന്നാൽ പുട്ട് സൈഡിലേക്ക് വന്നാൽ 106% വർധനവാണ് പുട്ട് സൈഡിലുള്ളത്. അതായത് ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് ആ സ്ട്രൈക്കിലും കാണാൻ കഴിയുന്നത്. 21,900 സ്ട്രൈക്കിൽ 756% വർധനവ് പുട്ട് സൈഡിൽ കാണാം. അതായത് ഒരു ലോങ് ബിൽഡപ്പ് തന്നെയാണ് പുട്ട് സൈഡിലുള്ളത്. ഇനി കോൾ സൈഡിലേക്ക് വന്നാൽ 37% വർധനവുണ്ട്. ഷോർട്ട് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലും കാണുന്നത്. അടുത്തതായി ഡേ ക്യാൻഡിൽ. ഒരു ഷൂട്ടിംഗ് സ്റ്റാറിന് സമാനമായ ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഇനി നിഫ്റ്റി കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നെഗറ്റീവ് റിട്ടേൺസ് ആയിരുന്നു നൽകിയത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച 2.35% നേട്ടത്തോടെ കൂടിയാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റിയുടെ പോസിറ്റിവിറ്റി ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നില്ല. 46,500 എന്ന ലെവലിന് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്ത്. അതൊരു നെഗറ്റിവിറ്റി തന്നെയായിരുന്നു. വീക്ക്ലി ബേസിസിൽ 2.5% നേട്ടത്തിലായിരുന്നു ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്ത്. അപ്സൈഡിൽ 46,900 മുതൽ 47,000 വരെ പ്രധാനപ്പെട്ട ഒരു സോൺ തന്നെയാണ്. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 45,500 ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാവാനും സാധ്യതയുണ്ട്. ഡേ ക്യാൻഡിൽ ലോങ്ങർ അപ്പർ വിക്കോട് കൂടിയ ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ കൂടി നോക്കാം. ആദ്യം ബാങ്ക് നിഫ്റ്റിയിൽ കോൾ സൈഡിൽ 47,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം 46,500 സ്ട്രൈക്കിലും അതിനുശേഷം 47,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ 44,000 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 45,000 അതിനുശേഷം 46,000 ഇന്ത്യ വിക്സിലേക്ക് 14.70 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. 1.68% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തത്. പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിൽ ആദ്യം റിസൾട്ടുകളിലേക്കാണ്. SBIയുടെ റിസൾട്ട് ശനിയാഴ്ച വന്നിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 9,164 കോടി രൂപയുടെ ലാഭമാണ് കഴിഞ്ഞ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയത്. 35.5% ഇടിവാണ് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നത്. ഈ ക്വാർട്ടറിലെ 7,100 കോടി രൂപയുടെ എക്സെപ്ഷണൽ ലോസാണ് ഇതിന് കാരണമായിരിക്കുന്നത്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 4% വർധനവാണുള്ളത്. 39,816 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. വീക്കായ നമ്പേഴ്സ് തന്നെയാണ് SBIയിൽ നിന്നും പുറത്തു വന്നത്. അടുത്തത് ടാറ്റ മോട്ടോഴ്സ്. ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 137.5% വർധനമാണ് രേഖപ്പെടുത്തിയത്. 7,025 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിൽ 25% വർധനവ് രേഖപ്പെടുത്തി. 1,10,577 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. നല്ല റിസൾട്ട് തന്നെയാണ് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചത്. അടുത്തത് ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ. നെറ്റ് പ്രോഫിറ്റിൽ ഇയർ ഓൺ ഇയറിൽ 110.7% വർധനവാണ് വന്നിരിക്കുന്നത്. 2,998 കോടി രൂപയിലാണ് നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും വർധനമുണ്ട്. 30% വർധനമാണ് റവന്യൂവിൽ വന്നിരിക്കുന്നത്. 19,452 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. മറ്റൊരു റിസൾട്ട് വന്ന കമ്പനി UPL ആണ്. നെറ്റ് ലോസായി അവർ ഈ ക്വാർട്ടറിൽ റിപ്പോർട്ട് ചെയ്ത് 1,217 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 1,087 കോടി രൂപ ലാഭത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂ ഫ്രം ഓപ്പറേഷൻസിലും 27.7% ഇടിവാണ് വന്നിരിക്കുന്നത്. 9,887 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഒരു മോശം റിസൾട്ടായിരുന്നു UPLനെ സംബന്ധിച്ചത്. അടുത്തത് ബാങ്ക് ഓഫ് ഇന്ത്യ. നെറ്റ് പ്രോഫിറ്റിൽ 62.5% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. 1,870 കോടി രൂപയിലാണ്. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 2.4% ഇടിവാണ് വന്നിരിക്കുന്നത്. 5,463 കോടി രൂപയിലാണ് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ഉള്ളത്. നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിൽ 2.85% ഇയർ ഓൺ ഇയറിൽ ഇടിവും കാണാം. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. കൽക്കരി മന്ത്രാലയത്തിന് കീഴിലുള്ള NLC ഇന്ത്യ ലിമിറ്റഡിന്റെ താലിബ്ര തെർമൽ പവർ പ്രൊജക്ടിന്റെ തറക്കല്ലിടൽ പ്രധാനമന്ത്രി നിർവഹിക്കും. 27,000 കോടി രൂപയുടെ പദ്ധതിയാണിത്. ഇനി ഇന്ന് F&S സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഇന്ത്യ സിമൻസ്, ഇൻഡസ് ടവേഴ്സ്, സെയിൽ, സി എന്റർടൈൻമെന്റ് എന്നീ കമ്പനികളാണ്. ഇനി നമ്മുടെ ഡെയിലി മാർക്കറ്റ് ന്യൂസിന് ശേഷം എല്ലാ ദിവസവും രാവിലെ 11:30 മുതൽ 3:30 വരെയാണ് യൂട്യൂബ് ലൈവ് ഉണ്ടായിരിക്കുക. അപ്പോൾ ആരും മിസ്സാക്കാതിരിക്കുക. ഒത്തിരിയേറെ ഇൻഫർമേഷൻസ് ഒക്കെ ഉള്ള ഒരു സെഷൻ തന്നെയാണ്. കൂടാതെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നിങ്ങൾക്ക് രാവിലെ 9 മണി മുതൽ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത ഫോൺ നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന സ്വിംഗ് സ്റ്റോക്കുകളുടെയും F&S സ്റ്റോക്കുകളുടെയും ഒരു പെർഫോമൻസ് അനാലിസിസിലേക്കാണ് പോകുന്നത്. ആദ്യം വെള്ളിയാഴ്ച നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ് വരുന്നത്. സൊമാറ്റോ ജനുവരി 30-നായിരുന്നു സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. എൻട്രി എടുത്ത പ്രൈസ് 137 എന്ന നിലയിലായിരുന്നു. ടാർഗറ്റായി ഫിക്സ് ചെയ്ത് 145 ആയിരുന്നു. നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. ഏകദേശം 5.80% പ്രോഫിറ്റായും ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് VBL ആയിരുന്നു.
ജനുവരി 19 സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. എൻട്രി എടുത്ത പ്രൈസ് 1238 എന്ന നിലയിലായിരുന്നു. 1300 ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. 1303 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 5.25% പ്രോഫിറ്റായി നമുക്ക് ആ സ്റ്റോക്കിലും ലഭിച്ചു. മറ്റൊരു സൂപ്പർ ഹിറ്റായ സ്റ്റോക്ക് സ്വിസ് ലോൺ ആയിരുന്നു. ജനുവരി 25 സ്റ്റോക്കിൽ എൻട്രി എടുക്കുന്നത്. 42 എന്ന നിലയിൽ എൻട്രി എടുത്തു. ടാർഗറ്റായി ഫിക്സ് ചെയ്തത് 50 ആയിരുന്നു. 50.6 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 20% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തതായി ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തതും നല്ല പ്രോഫിറ്റിലേക്ക് വന്നതുമായ സ്റ്റോക്കുകളെ കുറിച്ചാണ് പറയുന്നത്. ആദ്യം എഞ്ചിനീയേഴ്സ് ഇന്ത്യ 249 എന്ന നിലയിൽ രാവിലെ നമ്മൾ എൻട്രി എടുത്തു. ഏകദേശം 9.64% ഉയർന്ന് 273 വരെ സ്റ്റോക്ക് അപ്പായി. 260 നമ്മൾ ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. ടാർഗറ്റിന് മുകളിൽ വലിയ പ്രോഫിറ്റിലേക്ക് അന്ന് തന്നെ നമുക്ക് പോകാൻ സാധിച്ചു. നല്ല പ്രോഫിറ്റിലേക്ക് വന്ന മറ്റൊരു സ്റ്റോക്ക് SJVN ആയിരുന്നു. 133.6 എന്ന നിലയിൽ എൻട്രി എടുത്തു. സ്റ്റോക്ക് 146.35 വരെ അപ്പായി. ഏകദേശം 9.54% നമുക്ക് പ്രോഫിറ്റായി ആ സ്റ്റോക്കിൽ ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ഈസി ട്രിപ്പ് ആയിരുന്നു. 48.85 എന്ന നിലയിൽ എൻട്രി എടുത്തു. 51.25 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 4% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി സ്റ്റോക്കിൽ ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് കാസ്ട്രോൾ ഇന്ത്യ ആയിരുന്നു. 204 എന്ന നിലയിൽ സ്റ്റോക്കിൽ എൻട്രി എടുത്തു. 208 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 2% പ്രോഫിറ്റായി ലഭിച്ചു. പിന്നീട് സ്റ്റോക്ക് ഡൗണിലേക്ക് പോവുകയായിരുന്നു. അടുത്തതായി F&O സെഗ്മെൻറ്റിലേക്ക്. F&O സെഗ്മെൻറ്റിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്കുകളിലേക്കാണ്. ആദ്യം SBI 640 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്ന 645 എന്ന നിലയിൽ ജനുവരി 31 സ്റ്റോക്കിൽ എൻട്രി എടുത്തത്. ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്ന 660 ആയിരുന്നു. നമ്മുടെ ടാർഗറ്റ് നമുക്ക് വെള്ളിയാഴ്ച ഹിറ്റ് ചെയ്യാൻ സാധിച്ചു. മറ്റൊരു സ്റ്റോക്ക് ബാങ്ക് ഓഫ് ബറോഡ ആയിരുന്നു. 235 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 238.3 എന്ന നിലയിൽ. ടാർഗറ്റായി ഫിക്സ് ചെയ്ത് 244 ആയിരുന്നു. 261 വരെ സ്റ്റോക്ക് അപ്പായി. നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. ജനുവരി 3 നമ്മൾ സ്റ്റോക്കിൽ എൻട്രി എടുത്തത്. അടുത്തത് F&O സെഗ്മെൻറ്റിൽ ഇൻട്രാഡേയിൽ നല്ല പ്രോഫിറ്റിലേക്ക് വന്ന സ്റ്റോക്കുകളിലേക്കാണ്. PFC 450 CE ആയിരുന്നു പറഞ്ഞത്. 455.75 എന്ന നിലയിൽ എൻട്രി എടുത്തു. 461 വരെ സ്റ്റോക്ക് അപ്പായി. മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത IOC ആയിരുന്നു. 155 CE ആയിരുന്നു പറഞ്ഞത്. 154.9 എൻട്രി എടുക്കുന്നത്. 160 ടാർഗറ്റായി ഫിക്സ് ചെയ്ത്. 166.8 വരെ അപ്പായി. മറ്റൊരു സ്റ്റോക്ക് TCS ആയിരുന്നു. 4200 CE ആയിരുന്നു പറഞ്ഞത്. 3963 എന്ന നിലയിൽ എൻട്രി എടുത്തു. 3984 വരെയാണ് അപ്പായത്. നല്ല പ്രോഫിറ്റാണ് TCSൽ ലഭിച്ചത്. വെള്ളിയാഴ്ചത്തെ സ്റ്റോക്കുകളുടെ ഒരു അപ്ഡേറ്റ് ആണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 70 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്തത്. DIS ആവട്ടെ വെള്ളിയാഴ്ച 2463 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS ചെറുതായിട്ടാണെങ്കിലും ബൈയിങ്ങിലേക്ക് തിരിച്ചു വന്നു എന്നത് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. US മാർക്കറ്റുകൾ ശക്തമായ Q4 ഏർണിംഗ്സിന്റെ പിൻബലത്തിൽ വീണ്ടും US മാർക്കറ്റുകൾ ഉയർന്നു. ഡൗ ജോൺസ് 0.48% ഉയർന്നാണ് ക്ലോസ് ചെയ്യുന്നത്. നാസ്ഡാക്ക് 1.81% ഉയർന്നു. S&P 500 ഏർണിംഗ്സിന്റെ പിൻബലത്തിൽ 1.19% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. കഴിഞ്ഞ ആഴ്ച US മാർക്കറ്റുകൾക്ക് ഇവന്റ്ഫുള്ളായ ഒരാഴ്ച തന്നെയായിരുന്നു. വലിയ കമ്പനികളായ മെറ്റ പ്ലാറ്റ്ഫോം അതുപോലെ ആമസോൺ തുടങ്ങിയ കമ്പനികളുടെ റിസൾട്ടുകൾ വന്നിരുന്നു. മാത്രമല്ല FOMC മീറ്റിംഗ് കൂടി കഴിഞ്ഞ ആഴ്ചയായിരുന്നു. Q4 റിസൾട്ടുകളിൽ S&P 500ൽ 230 കമ്പനികളുടെ റിസൾട്ട് പുറത്തു വന്നപ്പോൾ 80%-ലേറെ കമ്പനികളും ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ടാണ് കൊണ്ടുവന്നത്. കൂടാതെ 20ാം ആനിവേഴ്സറിയോടനുബന്ധിച്ച് മെറ്റ പ്ലാറ്റ്ഫോം ഡിവിഡൻഡ് പ്രഖ്യാപിച്ചതോടെ സ്റ്റോക്ക് 20%-ലേറെ ഉയരുകയുണ്ടായി. ആമസോൺ 7.9% ഉയർന്നുമാണ് ക്ലോസ് ചെയ്തത്. ഇനി വെള്ളിയാഴ്ച US നിന്നും US ജോബ്സ് റിപ്പോർട്ട് പുറത്തു വന്നു. ജനുവരിയിൽ 3,53,000 തൊഴിലവസരങ്ങൾ ആഡ് ചെയ്തു. അനലിസ്റ്റുകളുടെ എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്തു. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് 3.7%-ലാണ്. എസ്റ്റിമേറ്റ് 3.8%. പുറത്തു വന്ന ഡാറ്റ പ്രതീക്ഷിച്ചതിലും വളരെ മികച്ചതാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച US മാർക്കറ്റുകളിൽ ഒരു റാലി കണ്ടു. ബാങ്കിംഗ് സൈഡിൽ ന്യൂയോർക്ക് കമ്മ്യൂണിറ്റി ബാങ്ക് കോർപ്പിൽ നിന്നുള്ള നിരാശാജനകമായ ഏർണിംഗ്സ് മൂലം 2 ദിവസത്തെ ഇടിവിന് ശേഷം വെള്ളിയാഴ്ച ബാങ്ക് നേട്ടമുണ്ടാക്കി. 5%-നോടടുത്ത് നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. KBW റീജിയണൽ ബാങ്കിംഗ് ഇൻഡെക്സും 2 ദിവസത്തെ ഇടിവിന് ശേഷം നേട്ടമുണ്ടാക്കി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ബാങ്കിംഗ് സൈഡ് പൊതുവിൽ വീക്ക് തന്നെയായിരുന്നു. HDFC ബാങ്കാണ് വലിയ രീതിയിൽ വീണ്ടും ഇടിഞ്ഞത്. 3.28% ഇടിഞ്ഞു. ICICI ബാങ്ക് 1.97% ഇടിഞ്ഞു. ആക്സിസ് ബാങ്ക് 1.07% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു.
ഇൻഫോസിസ് 0.79% ഉയർന്നത്. വിപ്രോ 1.14% ഉയർന്നും ക്ലോസ് ചെയ്തു. മേക്ക് മൈ ട്രിപ്പ് 2.14% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഇടിവിലാണ്. ഡൗ ജോൺസ് 0.20% ഇടിഞ്ഞും S&P 500 0.28% ഇടിഞ്ഞും നാസ്ഡാക്ക് 0.30% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ UK മാർക്കറ്റ് FTSE 0.09% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്ത്. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.05% ഉയർന്നു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.35% ഉയർന്നുമാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തത്. വ്യാഴാഴ്ച യൂറോസോൺ പ്രിലിമിനറി ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു. ജനുവരിയിൽ ഹെഡ്ലൈൻ ഇൻഫ്ലേഷൻ ഇൻലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആയിരുന്നു. കോർ ഇൻഫ്ലേഷൻ സ്ലൈറ്റ്ലി എബോവ് എക്സ്പെക്ടേഷനുമായി. എന്തായാലും യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സഡ് ആയിട്ടാണ് അതിനോട് റിയാക്ട് ചെയ്തത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഫ്യൂച്ചേഴ്സ് നോക്കാം. ഡാക്സ് ഇപ്പോൾ ഉള്ളത് 0.37% ഇടിഞ്ഞാണ്. CAC 0.42% ഇടിഞ്ഞും FTSE 0.24% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഈ ആഴ്ച ഏഷ്യൻ മാർക്കറ്റുകളിൽ നിന്നും പ്രൈവറ്റ് സർവീസ് സെക്ടർ ആക്ടിവിറ്റി ചൈനയിൽ നിന്നും ഹോങ്കോങ്ങിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. സിംഗപ്പൂരിൽ നിന്നും ഡിസംബർ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റ പുറത്തു വരുന്നുണ്ട്. കൂടാതെ ഇനി ഏഷ്യൻ മാർക്കറ്റുകളിൽ പ്രവൃത്തി ദിവസങ്ങൾ കുറവുള്ള 2 ആഴ്ചയാണ് ഇനി വരുന്നത്. ചൈന, തായ്വാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, ഹോങ്കോങ് എന്നിവിടങ്ങളിൽ ലൂണാർ ന്യൂ ഇയറിനോടനുബന്ധിച്ച് ഹോളിഡേയ്സ് ആണ് ഇനി കുറച്ച് ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 21,935 എന്ന നിലയിലാണ്. 0.14% ഇടിവിലാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഒരു നില വെച്ച് നമ്മുടെ മാർക്കറ്റിൽ ഒരു 15 മുതൽ 20 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ജപ്പാൻ മാർക്കറ്റ് 0.41% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകൾ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ US-ൽ പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള വാർത്തകളും US ജോബ്സ് ഡാറ്റ ചുരുങ്ങിയതും എണ്ണവില ഏകദേശം 2%-നടുത്ത് ഇടിയാൻ കാരണമായി. ബ്രന്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $77.54 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.14% ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് 72.44 എന്ന നിലയിൽ 0.22% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഇന്നത്തെ വാർത്തകളും നമ്മുടെ വ്യൂസുമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഒരിക്കലും ഇതൊന്നും റെക്കമെൻഡേഷൻ ആയിട്ട് ആരും തന്നെ എടുക്കരുത്. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.